വിജയം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. അത് ചെറിയ ചിന്തകളിൽ നിന്ന്, ചെറിയ മാറ്റങ്ങളിൽ നിന്ന്, ചെറിയ തീരുമാനങ്ങളിൽ നിന്ന് പിറക്കുന്നതാണ്. ഓരോ മോട്ടിവേഷണൽ സ്പീച്ചും ആ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ച ഒരാളാണ് ഡെൻസൽ വാഷിങ്ടൺ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് അനവധി വെല്ലുവിളികൾ നേരിട്ട് ഹോളിവുഡിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നടന്മാരിൽ ഒരാളായി ഉയർന്ന വ്യക്തി ഡെൻസൽ വാഷിങ്ടൺ. ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു ചിന്തകനാണ്, ഒരു മാർഗദർശകനാണ്. ജീവിതത്തെ മറ്റൊരു ദൃഷ്ടികോണിൽ കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ യാത്ര പരാജയങ്ങളാലും ശ്രമങ്ങളാലും വിശ്വാസത്താലും നിറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്ക് നമുക്കുകൂടി യാത്ര ചെയ്യാം. ഡെൻസൽ വാഷിങ്ടൺ അവതരിപ്പിച്ച ഈ ശക്തമായ പ്രസംഗത്തിലൂടെ നമുക്കുകൂടി മുന്നോട്ട് നടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ മനസ്സിലാക്കി, ജീവിതത്തിൽ ഒന്നും വിലപ്പെട്ടതായിരിക്കില്ല. നാം റിസ്ക് എടുക്കാതെ മുന്നോട്ട് പോവുകയെങ്കിൽ ഒന്നും തന്നെ. നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ, ചെറിയതായ ജീവിതം തിരഞ്ഞെടുക്കുകയും നിങ്ങളുടെ കഴിവിനേക്കാൾ കുറവായതിൽ തൃപ്തരാകുകയും ചെയ്താൽ നിങ്ങൾക്ക് യാതൊരു പാഷനും അനുഭവിക്കാനാകില്ല. നിങ്ങളുടെ സ്കൂളിലെ അനുഭവങ്ങളിലും കോളേജിൽ അപേക്ഷിക്കുമ്പോഴും മേജർ തിരഞ്ഞെടുക്കുമ്പോഴും ജീവിതത്തിൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോഴും പലരും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് എനിക്കുറപ്പാണ്: നീ വീണാൽ പിന്നോട്ട് പോവാൻ ഒരു ബാക്കപ്പ് വേണം. എനിക്ക് ആ ആശയം ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഞാൻ വീണാൽ പിന്നിലേക്ക് വീഴാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മുന്നോട്ട് വീഴണം. കുറഞ്ഞത് ഇങ്ങനെ ഞാൻ എവിടെയൊക്കെയോ തട്ടുമെന്ന് എനിക്ക് കാണാൻ സാധിക്കും. സ്ഥിരതയില്ലെങ്കിൽ നിങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്താണോ അത് ചെയ്യൂ. റിസ്ക് എടുക്കൂ. പരാജയപ്പെടാൻ ഭയപ്പെടരുത്. പഴയൊരു IQ ടെസ്റ്റിൽ 9 ഡോട്ടുകൾ ഉണ്ടായിരുന്നു. ആ 9 ഡോട്ടുകൾക്കുള്ളിൽ പെൻസിൽ ഉയർത്താതെ 5 വരകൾ വരയ്ക്കണം. അത് ചെയ്യാനുള്ള ഏക മാർഗം വി ഷുഡ് തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാൻ ഭയപ്പെടരുത്. വലിയ സ്വപ്നങ്ങൾ കാണാനും വലിയ പരാജയങ്ങൾ ഏറ്റെടുക്കാനും ഭയപ്പെടരുത്. ഓർക്കുക, ലക്ഷ്യങ്ങളില്ലാത്ത സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളാണ്. റെഗി ജാക്സൺ തൻ്റെ കരിയറിൽ 2600 തവണ പുറത്തായി, ബേസ്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ. പക്ഷെ നിങ്ങൾ സ്ട്രൈക്ക് ഔട്ടുകളെക്കുറിച്ച് കേട്ടിട്ടില്ല. ആളുകൾ ഹോം റണ്ണുകൾ ഓർക്കുന്നു. മുന്നോട്ട് വീഴുക. തോമസ് എഡിസൺ 1000 പരാജയപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തി. നിങ്ങൾക്കറിയാമോ? എനിക്കതറിയില്ലായിരുന്നു. കാരണം 1001ാമത്തേത് ലൈറ്റ് ബൾബായിരുന്നു. മുന്നോട്ട് വീഴുക, മുന്നോട്ട് വീഴുക. പരാജയപ്പെട്ട ഓരോ പരീക്ഷണവും വിജയത്തിലേക്ക് ഒരു പടിയടുത്താണ്. നിങ്ങൾ റിസ്ക് എടുക്കേണ്ടതുണ്ട്. നിങ്ങളത് മുമ്പ് കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ അത് ഇത്ര പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെടും. അത് സ്വീകരിക്കുക. നിങ്ങൾ തോൽക്കും. നിങ്ങൾ സ്വയം ലജ്ജിക്കും. എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ മോശമായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ബിരുദാനന്തര ചടങ്ങിനുള്ളൊരു പരമ്പരാഗത സന്ദേശമല്ലാതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, അത് സ്വീകരിക്കുക. കാരണം അത് അനിവാര്യമാണ്. അഭിനയ രംഗത്ത് നിങ്ങൾ എപ്പോഴും പരാജയപ്പെടുന്നു. എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഒരു ബ്രോഡ്വേ മ്യൂസിക്കൽ നാടകത്തിൽ ഒരു ഭാഗത്തിനായി ഞാൻ ഓഡീഷൻ നടത്തി. പാടാൻ അറിയില്ല എന്ന വസ്തുത ഒഴികെ എനിക്ക് അനുയോജ്യമായ വേഷമെന്ന് ഞാൻ കരുതി. എനിക്ക് ജോലി ലഭിച്ചില്ല. പക്ഷേ ഞാൻ പിന്മാറിയില്ല. അടുത്ത ഓഡീഷനും അതിൻ്റെ അടുത്ത ഓഡീഷനും തയ്യാറെടുക്കാൻ ഞാൻ അവിടെ നിന്നിറങ്ങി. ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞാൻ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ അത് പ്രശ്നമല്ല. കാരണം നിങ്ങൾക്കറിയാം, ഒരു പഴയ ചൊല്ലുണ്ട്: നിങ്ങൾ ബാർബർ ഷോപ്പിൽ കൂടുതൽ നേരം ചുറ്റി നടക്കുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞാലും എത്രയും വേഗം നിങ്ങൾക്ക് മുടി മുറിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കൊരു ഇടവേള ലഭിക്കും. എനിക്കും ആ ഒരു ഇടവേള ലഭിച്ചു. കഴിഞ്ഞ വർഷം ഞാൻ ബ്രോഡ്വേയിൽ ഫെൻസസ് എന്നൊരു നാടകം ചെയ്തു. അത് കോർട്ട് തിയേറ്ററിലായിരുന്നു. 30 വർഷം മുമ്പ് ഞാൻ ആ ആദ്യ ഓഡീഷനിൽ പരാജയപ്പെട്ട അതേ തിയേറ്ററിലായിരുന്നു അത്. കാര്യം, ഇന്ന് ഇവിടെയുള്ള എല്ലാ ബിരുദധാരികൾക്കും വിജയിക്കാനുള്ള പരിശീലനവും കഴിവുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പരാജയപ്പെടാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പരാജയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു,
നിങ്ങൾ പരാജയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ലഭിക്കാത്ത എന്തെങ്കിലും ലഭിക്കാൻ നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യണം. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മരണക്കിടക്കയിലാണെന്നും നിങ്ങളുടെ മരണക്കിടക്കയ്ക്ക് ചുറ്റും നിൽക്കുന്നത് നിങ്ങളുടെ പൂർത്തീകരിക്കപ്പെടാത്ത കഴിവുകളെ പ്രതിനിധീകരിക്കുന്ന പ്രേതങ്ങളാണെന്നും സങ്കല്പിക്കുക. എ ഗോസ്റ്റ്, നിങ്ങൾ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലാത്ത ആശയങ്ങളുടെ ഗോസ്റ്റ്, പ്രേതം. നിങ്ങൾ ഉപയോഗിക്കാത്ത കഴിവുകളുടെ പ്രേതം. അവർ നിങ്ങളുടെ കിടക്കയ്ക്ക് ചുറ്റും ദേഷ്യത്തോടെയും നിരാശയോടെയും അസ്വാസ്ഥതയോടെയും നിൽക്കുന്നു. അവർ പറയുന്നു, ഞങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് അവർ പറയുന്നു. ഇനി നമ്മൾ ഒരുമിച്ച് ശവക്കുഴിയിലേക്ക് പോകണം. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങൾക്ക് കിടക്കയ്ക്ക് ചുറ്റും എത്ര പ്രേതങ്ങളുണ്ടാകും? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഞാൻ തിരിച്ചെത്തിയതേയുള്ളൂ. അതൊരു മനോഹരമായ രാജ്യമാണ്. പക്ഷേ അവിടെ കൊടും ദാരിദ്ര്യം നിറഞ്ഞ ചില സ്ഥലങ്ങളും സഹായങ്ങളും ആവശ്യമാണ്. ആഫ്രിക്കൻ മഞ്ഞുമലയുടെ ആഗ്രഹം മാത്രമാണ്. മിഡിൽ ഈസ്റ്റിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ജപ്പാന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അലബാമയ്ക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ടെന്നസിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ലൂസിയാനയ്ക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഫിലാഡൽഫിയയ്ക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ലോകത്തിന് ഒരുപാട് ആവശ്യമുണ്ട്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അത് ആവശ്യമാണ്. ഞങ്ങൾക്ക് ശരിക്കും ആവശ്യമാണ്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കത് ആവശ്യമാണ്. അതായത് ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടി നരച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. യുവാക്കളെ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കത് ആവശ്യമാണ്. കാരണം ഇത് ഓർമ്മിക്കുക, നിങ്ങൾ അവിടെ നിന്നും പുറത്തു കിടക്കണം. നിങ്ങളുടെ സമയമായാലും കഴിവായാലും പ്രാർത്ഥനകളായാലും നിങ്ങളുടെ നിധികളായാലും നിങ്ങൾക്ക് ലഭിച്ചതെല്ലാം നിങ്ങൾ അതിനായി നൽകണം. നിങ്ങളുടെ പക്കലുള്ളത് ഉപയോഗിച്ച് നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾക്ക് എത്രയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെ ചിലർ ബിസിനസ് മാനേജറുകളാണോ, ചിലർ ദൈവശാസ്ത്രജ്ഞർ, നഴ്സുമാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞർ. ചിലർക്ക് പണമുണ്ട്, ചിലർക്ക് ക്ഷമയുണ്ട്, ചിലർക്ക് ദയയുണ്ട്, ചിലർക്ക് സ്നേഹമുണ്ട്, ചിലർക്ക് ദീർഘക്ഷമയുടെ വരമുണ്ട്. അത് എന്തുതന്നെയായാലും, നിങ്ങളുടെ വരദാനം എന്തുതന്നെയായാലും നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ശരി, ഇനി പരാജയത്തെക്കുറിച്ചുള്ള എൻ്റെ അവസാന പോയിൻ്റ് ഇതാ. ചിലപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് കണ്ടെത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണിത്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരേ നേരായ പാതയായിരിക്കില്ല. ഓഡം സർവകലാശാലയിൽ ഒരു പ്രീ മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ ആരംഭിച്ചത്. കാർഡിയാക് മോർഫോജനസിസ് എന്ന പേരിൽ ഒരു കോഴ്സ് ഞാൻ പഠിച്ചു. എനിക്കത് വായിക്കാൻ കഴിഞ്ഞില്ല, എനിക്കത് പറയാൻ കഴിഞ്ഞില്ല, എനിക്ക് തീർച്ചയായും അത് പാസ്സാകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ പ്രീ ലോയിലേക്കും പിന്നീട് ജേർണലിസത്തിലേക്കും പോകാൻ തീരുമാനിച്ചു. അക്കാദമിക് ശ്രദ്ധയില്ലാത്ത എൻ്റെ ഗ്രേഡുകൾ അവരുടേതായ ദിശകളിലേക്ക് ഉയർന്നു. എനിക്ക് 1.8 GPA ആയിരുന്നു. യൂണിവേഴ്സിറ്റി വളരെ മാന്യമായി കുറച്ചു സമയം അവധിയെടുക്കുന്നത് നല്ലതാണെന്ന് നിർദ്ദേശിച്ചു. എനിക്ക് 20 വയസ്സായിരുന്നു. ഞാൻ എൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. പിന്നെ ഒരു ദിവസം 1975 മാർച്ച് 27 ഞാൻ എൻ്റെ അമ്മയുടെ ബ്യൂട്ടി ഷോപ്പിൽ സഹായിക്കുകയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ മാൽവർണോണിൽ ഒരു ബ്യൂട്ടി ഷോപ്പ് നടത്തി. പട്ടണത്തിലെ മുതിർന്നവരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഒരു വൃദ്ധ സ്ത്രീ ഉണ്ടായിരുന്നു. എനിക്കവരെ വ്യക്തിപരമായി അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ കണ്ണാടിയിൽ നോക്കുമായിരുന്നു. ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോഴെല്ലാം എൻ്റെ പിന്നിൽ നിന്ന് അവരെ കാണാമായിരുന്നു. അവർ എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ അവരെ നോക്കുമ്പോഴെല്ലാം അവരെനിക്ക് ഈ വിചിത്രമായ നോട്ടങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവർ ഒടുവിൽ തലയിൽ നിന്ന് ഡ്രയർ എടുത്ത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, കുഞ്ഞെ, എനിക്കൊരു പ്രവചനമുണ്ട്, ഒരു ആത്മീയ പ്രവചനം. അവർ പറഞ്ഞു, നീ ലോകം ചുറ്റി ദശലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിക്കാൻ പോകുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ആ സ്ത്രീ പ്രവചിച്ചതുപോലെ ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ചു. എൻ്റെ സിനിമകളിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിച്ചു. ഇന്നുവരെ എന്നെ കാണാൻ കഴിയാത്ത ദശലക്ഷക്കണക്കിന് ആളുകളോട് ഇന്നുവരെ ഞാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കവരെ കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് എന്നെ കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് സിനിമ മാത്രമേ കാണാൻ കഴിയൂ. അവർക്ക് യഥാർത്ഥ എന്നെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണുന്നു. ഞാൻ കാണുന്നതിൽ നിന്ന് എനിക്ക് പ്രോത്സാഹനം ലഭിക്കുന്നു. ഞാൻ കാണുന്നതിൽ നിന്ന് എനിക്ക് ശക്തി ലഭിക്കുന്നു. റിസ്ക് എടുക്കുക എന്നതൊരു ജോലിക്ക് പോകുന്നത് മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതും അറിയുന്നതിനെക്കുറിച്ചും കൂടിയാണിത്. അത് ആളുകളോടും ആശയങ്ങളോടും തുറന്നിരിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളെടുക്കുന്ന അവസരങ്ങൾ, നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകൾ, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്കുള്ള വിശ്വാസം, അതാണ് നിങ്ങൾ നിർവചിക്കാൻ പോകുന്നത്.
ഒരിക്കലും നിരുത്സാഹപ്പെടരുത്, ഒരിക്കലും പിന്മാറരുത്. നിങ്ങൾക്ക് ലഭിച്ചതെല്ലാം നൽകുക. ജീവിതത്തിലുടനീളം നിങ്ങൾ വീഴുമ്പോൾ ഇതോർക്കുക, മുന്നോട്ട് വീഴുക. Never be discouraged, never hold back, give everything you got, and when you fall throughout life, remember this, fall forward. Thank you.